ഫൈനലി എയർ ഏഷ്യ ഫ്ലൈറ്റിലെ ലോങ് ജേണിക്ക് ശേഷം ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബാലിയിൽ എത്തിച്ചേർന്നു. ഇവിടുത്തെ ഗുരാരായി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങൾ എത്തിയത്. ഇനി ഇവിടുന്ന് ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ ബാലിയിലെ തന്നെ ഒരു ടൂർ ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരായിരിക്കും പിന്നീട് നമ്മളെ ബാലി എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. Guys, finally we reached Bali. ഗുരാരായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്ന ടൂറിസ്റ്റിനെ അവരൊരിക്കലും നിരാശപ്പെടുത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അതിമനോഹരമായിട്ട് തന്നെയാണ് എയർപോർട്ടിൻ്റെ ഉൾഭാഗമൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പ്രദേശം എത്രത്തോളമാണ് അവിടുത്തെ കൾച്ചറിനും ട്രഡീഷനും വാല്യൂസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് അവിടേക്ക് വരുന്ന ടൂറിസ്റ്റിന് ഈ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത്രയും വലിയൊരു ജേണിക്ക് ശേഷം ഞങ്ങളെ ആകെ നിരാശപ്പെടുത്തിയ ഒരു സന്ദർഭം ഈ എയർപോർട്ടിൽ വിസ ചെക്കിംഗ് ആയിരുന്നു. അത്രയും ലേറ്റായി പോയി. 1.5 മണിക്കൂറോളം ഞങ്ങളവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ ഫസ്റ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത ടാസ്ക് ഞങ്ങളുടെ ലഗേജ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ച് വന്നില്ല. എൻ്റെയും അമ്മയുടെയൊക്കെ ലാസ്റ്റാണ് ലഗേജ് വന്നത്. ആൻഡ് അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി. എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായിട്ടുള്ള സ്റ്റോഴ്സാണ് ഈ കാണുന്നത്. ആക്ച്വലി ഇവർ സിം കാർഡാണ് സെല്ല് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ സ്റ്റാഫ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ നോക്കും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ബാലി ഈസ് ബ്യൂട്ടിഫുൾ. ലുക്ക്, ഈ ഒരു എയർപോർട്ടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ഐലൻഡ് എത്രത്തോളമാണ് ഇവരുടെ ആ ഒരു ട്രഡീഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഇവരുടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നേച്ചറിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഈ എയർപോർട്ട് ആ ഒരു രീതിയിൽ കൂടെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഒന്നും പറയില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടും കൂടെ ആവാം ഇങ്ങനെ പറയാൻ കാരണം. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളെല്ലാവരും മറ്റ് യാത്രക്കാരോടൊപ്പം പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അവിടെ ഞങ്ങളെ കാത്ത് ഇവിടുത്തെ ട്രാവൽ ഏജൻസിയുടെ സ്റ്റാഫുകൾ നിൽപ്പുണ്ട്. അവരാണ് ഇനി നമ്മളെ അവരുടെ ബസ്സിൽ ഹോട്ടലിലേക്കും മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്കും കൊണ്ടുപോകുന്നത്. ഇനി ഇവരാണ് ഈ ഒരു 3 ദിവസം ബാലിയിൽ ഞങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ വെച്ച് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഡയറക്റ്റ് ഞങ്ങൾ ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിനായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ ലേറ്റർ ഒരുപാട് ആൾക്കാരുടെ സജഷൻസ് വന്നു. എല്ലാവരും ടയേർഡായിരിക്കും, ഫ്രഷ് ആവാതെ അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്ലാൻ മാറി. ഇപ്പോൾ നമ്മൾ ആദ്യം ഹോട്ടലിലേക്ക് പോകുന്നു, ദെൻ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. ഞങ്ങളെ എല്ലാവരും ഒരു പൂമാലയൊക്കെ ഇട്ട് നമ്മുടെ ചെമ്പകമാലയൊക്കെ ഇട്ടാണ് വെൽക്കം ചെയ്തത്. ആൻഡ് ലിറ്ററലി ഇറ്റ് വാസ് ഫൺ. ഇതാണ് നമ്മൾക്ക് പോകാനുള്ള ബസ്. ഈ ഒരു ബസ്സും അതുപോലെ തന്നെ മറ്റൊരു ട്രാവലറും ഉണ്ടായിരുന്നു. സോ കുറേ ആൾക്കാർ, മെജോറിറ്റി ആൾക്കാരും ഈ ബസ്സിലായിരുന്നു. Welcome to all of you, and I'll be as your tour guide during your holiday in Bali. So my name is it's quite long, yeah. My name is Mate Mulyana. ഇദ്ദേഹമാണ് മാതേ മുള്ളിയാന. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ബാലിയിലെ ടൂർ ഗൈഡ്.
ഇദ്ദേഹം ഇപ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്തത് ബാലിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ കുട്ടികൾക്ക് പേരുകളിടുന്നത് ജസ്റ്റ് ഇഷ്ടപ്പെട്ട പേരുകളാണ്. അതിപ്പോൾ ഇളയ കുട്ടിയാണെങ്കിലും മൂത്ത കുട്ടിയാണെങ്കിലും നമ്മളങ്ങനെ ഒരു ഡിവിഷൻ കൊടുക്കാതെ നമുക്കിഷ്ടപ്പെട്ട ഒരു പേര് ഇടും. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആ കുട്ടി വീട്ടിലെ ഇളയ കുട്ടിയാണോ മൂത്ത കുട്ടിയാണോ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ബാലിയിൽ അങ്ങനെയല്ല. ബാലിയിൽ ഇവർ നിക്നെയിം ഇടുമ്പോൾ തന്നെ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഈ കുട്ടി ആ വീട്ടിലെ മൂത്ത കുട്ടിയാണോ ഇളയ കുട്ടിയാണോ എന്നൊക്കെ. ബാലിയിൽ കുട്ടികളുടെ പേരുകൾ ജനിച്ച ഓർഡർ അനുസരിച്ചാണ് ഇടുന്നത്. ഇവർക്കെല്ലാവർക്കും നിക്നെയിംസ് ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യത്തെ കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും മൂന്നാമത്തെ കുട്ടിക്കും നാലാമത്തെ കുട്ടിക്കും ഒക്കെ ഡിഫറെൻറ്റ് നിക്നെയിംസ് ആയിരിക്കും. ആ നിക്നെയിംസ് ചേർത്താണ് ഇവരുടെ ഒറിജിനൽ നെയിം ഇടുന്നത്. ഈ നിക്നെയിം കേൾക്കുമ്പോൾ തന്നെ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും ഈ കുട്ടി ഇളയതാണോ മൂത്തതാണോ എന്നൊക്കെ. ഫസ്റ്റ് ബോണായ കുഞ്ഞിനെ ഇവർ വയാൻ എന്ന നിക്നെയിം ചേർത്താണ് പേരിടുക. സെക്കൻഡ് കുഞ്ഞിന് മാതെ എന്നും തേർഡ് കുഞ്ഞിന് ന്യോമാൻ എന്നും ഫോർത്ത് കുഞ്ഞിന് കെട്ടൂട്ട് എന്നും ചേർത്താണ് ഒറിജിനൽ നെയിംസ് ഇടുക. ഇദ്ദേഹത്തിൻ്റെ പേര് മാതെ മുല്യാന എന്നാണ്. അതിൻ്റെ അർത്ഥം ഇദ്ദേഹം ആ കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിയാണ്. ഇദ്ദേഹം ആ കുടുംബത്തിലെ മൂന്നാമത്തെ കുട്ടി ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ന്യോമാൻ മുല്യാന എന്നായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയല്ലേ. ഇദ്ദേഹം മറ്റൊരു ഉദാഹരണം പറഞ്ഞത്, നമ്മൾ ബാലിയിൽ ഒരു ഹോട്ടലിൽ ചെന്ന് മാതെ എന്ന് വിളിക്കുവാണെങ്കിൽ അവിടെ എത്ര പേരാണോ ഉള്ളത് അതിൻ്റെ പകുതി ആൾക്കാരും തിരിഞ്ഞു നോക്കും എന്നാണ് പറയുന്നത്. കാരണം എല്ലാവർക്കും ഈ നിക് നെയിംസ് ഉണ്ട്. അതാണ് ബാലിനീസ് പീപ്പിളിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ആ ഒരു കുടുംബത്തിൽ 4 കുട്ടികൾക്ക് ശേഷം 5ാമതും 6ാമതും 10ാമതും ഒക്കെ കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഈ ഒരു ടേബിൾ റിപ്പീറ്റ് ചെയ്യും. 4 കുട്ടികൾക്ക് ശേഷം വീണ്ടും 5ാമത് വരുന്ന കുട്ടിക്ക് വയാനെന്ന് ചേർത്ത് പേരിടും, 6ാമത്തെ കുട്ടിക്ക് മാതയെന്ന് ചേർത്തിടും, അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയല്ലേ. ഏത് രാജ്യത്ത് പോയാലും നമ്മൾ വ്യക്തികളുടെ പേര് കേൾക്കുമ്പോൾ വയാൻ എന്ന് ചേർത്തുള്ള പേരാണെങ്കിൽ മാതേ, ന്യോമാൻ, കെട്ടൂട്ട് എന്നൊക്കെ ചേർത്ത പേരുകളാണെങ്കിൽ അവർ ബാലിനീസ് പീപ്പിൾ ആയിരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഗോൾഡൻ സാഫ്രോൺ എന്ന് പറയുന്ന ഹോട്ടലിൽ ഞങ്ങളെത്തി. അവിടെയാണ് ഞങ്ങൾക്ക് ലഞ്ച് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഹോട്ടലിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഫ്രണ്ടിൽ ഒരു അടിപൊളി ഗണപതിയുടെ വിഗ്രഹവും അവർ പൂജ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ബാലി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേറൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയെന്നൊരു ഫീലൊന്നുമില്ല. ഈവൻ ഒരു മുസ്ലിം രാജ്യമായിട്ട് കൂടി ബാലി എന്ന് പറയുന്ന ഐലൻഡ് കൂടുതലും ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. നമുക്ക് അത്ര ഒരു വേറൊരു സ്ഥലത്ത് ചെന്ന ഒരു ഫീല് നമുക്ക് തോന്നില്ല. ബിക്കോസ് നമ്മളിതൊക്കെ ഇന്ത്യയിലും കാണാറുള്ളതാണ്.
ബാലിയിലെത്തിയിട്ട് ആ ഒരു ഹോട്ടലിൽ കയറി ആ ബുഫേ സെറ്റപ്പൊക്കെ കണ്ടിട്ട് ആ ഒരു ആവേശത്തിൽ എന്തൊക്കെയോ അവിടെ കണ്ടതെല്ലാം എടുക്കാവുന്നതൊക്കെ പ്ലേറ്റിലെടുത്തു. പക്ഷേ വയലോട്ട് വെച്ചപ്പോഴാണ് അതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്. ആ ഒരു ഇന്തോനേഷ്യൻ ആ ഒരു ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. അവരുടെ സോസും കാര്യങ്ങളും ഒക്കെ നമുക്കത്ര ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ഞങ്ങളുടെ എക്സ്പ്രഷനിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന്. അതിമനോഹരവും അതിരുചികരവുമായ ബാലിയിലെ ഞങ്ങളുടെ ഫസ്റ്റ് ലഞ്ചിന് ശേഷം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. ബാലിയിലെ ബെഡ്റോക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങളുടെ സ്റ്റേ. ആ ഒരു ഹോട്ടലിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് 1 അവർ ഉണ്ട്. അതിനുള്ളിൽ റെഡിയായിട്ട് നമുക്ക് ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിന് പോകണം എന്നാണ് ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. സോ അതിനനുസരിച്ച് ഞങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തു. ഹോട്ടലിലെ ലോഞ്ച് ഏരിയ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അതുപോലെ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻറ്റീരിയലൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. സോ 1 അവറിനുള്ളിൽ നമ്മൾ റെഡി ആയിട്ട് നെക്സ്റ്റ് സൈറ്റ് സീയിങ്ങിന് പോകണം. ആ വീഡിയോസ് വരുന്നതായിരിക്കും. സോ ടാറ്റ, ബൈ ബൈ.